ഹായ്, എന്താ പാട്? സുഖല്ലേ? ഈ ഒരു വീഡിയോ നിങ്ങളൊന്ന് കണ്ടു നോക്കിയേ. ഇതിപ്പോൾ നിങ്ങൾ കുറേ ആളുകൾ റിയാക്ഷൻ വീഡിയോ ചെയ്തത് കണ്ടിട്ടുണ്ടാവും. പക്ഷേ ഒരു മരണ വീട്ടിൽ പോലും കാണിക്കേണ്ട മര്യാദ എന്താണെന്നറിയാതെ ഇന്നും ജീവിക്കുന്ന കുറേ ആളുകളുണ്ട്. പ്രത്യേകിച്ച് മലയാളികൾ റീച്ചിന് വേണ്ടി എന്ത് തെമ്മാടിത്തരം ഏത് വരെ എന്താ പറയുക കോലം കെട്ടാനും തയ്യാറായിട്ട് നടക്കുന്ന ആളുകൾ ഈ ഇടയായിട്ട് നമ്മൾ ഒരുപാട് കാണുന്നുണ്ട്. അതിനൊക്കെ കുറിച്ച് പല വീഡിയോസുകളും ചെയ്തതാ, എന്നാലും പഠിക്കൂല. അതാണ് മലയാളിയുടെ പ്രത്യേകത. ഇപ്പൊ ഈ ചെങ്ങായി കാണിക്കുന്നത് നോക്കി. ഒരു മരണ വീട്ടിലാണ്, ഓൻ പോയി സെൽഫി എടുക്കുകയാണ്. ഇത്തരത്തിലുള്ള ആളുകൾ നമ്മുടെ നാട്ടിൽ ഓരോ ദിവസവും കൂടി വരികയാണ്. അതായത് ഒരു മരണ വീട്ടിൽ എങ്ങനെ പെരുമാറണം, അവിടുത്തെ മാനസികാവസ്ഥ എന്താ, അവിടെ വരുന്നവരുടെ സിറ്റുവേഷൻ എന്താണെന്നറിയാതെ പിന്നെ ഇവർ കയറി സെൽഫി എടുക്കുക, ഇവർ കയറി കൈ കൊടുക്കുക, എന്നിട്ട് അവരങ്ങോട്ട് ബുദ്ധിമുട്ടിക്കുക. ഇതിനെതിരെ ആരെങ്കിലും ഇപ്പോൾ ഒരു സിനിമ നട അപ്പൊ ദിലീപ് ഫോട്ടോ എടുക്കണത് റിജക്ട് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവരും ദിലീപിന്റെ നേരക്ക് തിരിയും. എന്നിട്ട് എന്താ പറയാ, അല്ലെങ്കിലും ബ്രോ അവനൊക്കെ മെയിൻ ചെയ്യാൻ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതല്ലേ ഇതിലപ്പുറം നാണം കെടേണ്ടി വരും, നാണല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ദിലീപിനെ ഒന്നായിട്ട് സൈബർ പോരാളികൾ അവിടെ ആക്രമിക്കാൻ തുടങ്ങും. ഇതൊക്കെ പേടിച്ചിട്ടാണ് പലരും മൗനത്തോടെ നിൽക്കുന്നത്. ഇപ്പൊ നോക്കിയേ, ഇതാ ഈ അലൻ ജോർജ് പെരേര, ഇത് നോക്കിയേ, കണ്ടില്ലേ? ഇവ എന്താ അവിടെ കാണിക്കണ അറിയോ? അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നവരും വരുന്നവരേത്തും പല്ലിടിച്ച് കാണിച്ചു കൊടുക്കുക, ഗ്യാപ്പ് കിട്ടിയാ ഒന്ന് കൈ കൊടുക്കുക. ഇതൊക്കെ ഇവർ സെറ്റ് ചെയ്തിട്ടാ പോന്നിക്കണേ. ഇവൻ നടക്കുന്നതും ഇവന്റെ ഓരോ ചലനങ്ങളും അപ്പുറത്ത് ക്യാമറയിൽ പകർത്താൻ ഇവന്റെ കൂടെ തന്നെ 2-3 ആളുണ്ടാവും. ഇവരാണ് ഇത് ചെയ്യുന്നത്. ഇവരുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നാലോ ഇതിനെക്കുറിച്ച് ആരെങ്കിലും പറഞ്ഞാൽ മരിച്ച വീട്ടിൽ പോയിനെ കുറിച്ചിട്ട് മോശമായി പറഞ്ഞു എന്ന് വരുത്തി തീർക്കുകയും ചെയ്യും. എന്താണ് ഇവൻ കാണിച്ചിട്ടുണ്ടെന്ന് നോക്കാം. നിന്ന് ചിരിക്കുക. ഇനി അത് മാത്രല്ല, വേറൊരു ലേഡി ഉണ്ട്, ആ ലേഡി കാണിക്കണമെന്ന് നോക്കി. ഇവിടെ നോക്കി, എല്ലാവർക്കും ചിരിച്ച് കളിച്ച് കല്യാണത്തിനാ വരുന്നോണു 34. അത്ര ഹാപ്പിയിലാണ്. ഒരു മരിച്ച വീട്ടിലേക്ക് ചെല്ലുന്ന ഒരു രംഗാണ്. അവിടെ എന്താ പറയാ, ഇത്രയും കാലം നമ്മളൊക്കെ ചിരിപ്പിച്ച ഒരു മനുഷ്യനാണ് അവിടെ മരിച്ചു കിടക്കുന്നതും അതിലുപരി ആ ആളുടെ പ്രിയപ്പെട്ടവരെല്ലാം ചുറ്റും നിന്ന് കരഞ്ഞും കൊണ്ട് നിൽക്കുന്ന ഇടയിൽ ഇങ്ങനെ പല്ലിളിച്ച് ചിരിക്കാനൊക്കെ പ്രത്യേകിച്ചൊരു തൊലിക്കെട്ടി തന്നെ വേണം. ഇത് 1-2 അല്ല, ഈ സ്ത്രീ നടന്ന് ചിരിക്കുക, കളിക്കുക, ഭയങ്കര രസിക്കുക. അതിന്റെ ഇടയിൽ കൂടെ വേറൊരുത്തം ചുരിദാർ ഇട്ടും കൊണ്ട് ഇറങ്ങിക്കണു. ഇവനൊക്കെ മെയിൻ റീച്ചിന്റെ ആളാ, വേറൊന്നും കൊണ്ടല്ല. നിങ്ങൾക്ക് അറിയാലോ ഇവൻ എങ്ങനെ ജീവിക്കണം ഇവിടെ എന്നുള്ളത്. ഇവൻ ഒരു ദേവിനെ കാണാൻ പോയതുണ്ട്, അത് ഞാൻ വേറെ ചെയ്യണ്ടേ. പക്ഷെ ഇതിന്റെ ഇടയിൽ ഇവൻ കാണിക്കണമൊക്കെ ഇവൻ ഇപ്പൊ സലീം കുമാറിനായിട്ടുള്ള ഭയങ്കര ഇഷ്ടത്തോടെയും സ്നേഹത്തോടെയാണോ ഉപയോഗിക്കണത്? അല്ല, ഇവൻ വേറെ അലൻ ജോൺസ് പെരേരയാണ്. എവിടെ റീച്ച് ഉണ്ടോ, എവിടെ ചർച്ചയ്ക്ക് ഇടയാണോ, അതായത് ഓനെ കുറിച്ചിട്ടൊരു ഗോസിപ്പ് നെഗറ്റീവും പറയാൻ എന്തെങ്കിലും ഒരു ചാൻസ് ഉണ്ടോ എന്ന് നോക്കിയിട്ട് അതിൽ കയറി അത് ഉണ്ടാക്കി കൊടുക്കലാണ് ഇവന്റെ മെയിൻ പരിപാടി. ഇത്തരത്തിലുള്ള ആളുകളൊന്നും അങ്ങോട്ട് അടുപ്പിക്കരുത്. അല്ലെങ്കിൽ ഇവനാല അമ്മ സംഘടനത്തെ മെമ്പറാ. ഇനിയിപ്പോ അമ്മ സംഘടിത മെമ്പർ ആവണമെന്നൊന്നുമില്ല, ഒരാൾ മരിച്ചത് കാണാം. പക്ഷെ ഇതൊക്കെ വീഡിയോ എടുത്തിട്ട് പബ്ലിക്കിൽ ഇങ്ങനെ പോസ്റ്റ് ചെയ്യുമ്പോൾ ഇതിനൊരു ഉദ്ദേശശുദ്ധി പറഞ്ഞൊരു സംഗതി ഉണ്ട്. അത് ശരിയല്ലാത്തത് കൊണ്ടാണ് നമ്മൾ പറയുന്നത്. അതല്ലെന്നുണ്ടെങ്കിൽ എത്രയോ ആളുകൾ വന്നും പോവും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇന്ന് എനിക്ക് ഭയങ്കര ബഹുമാനം തോന്നിയ ഒരു നടിയുണ്ട് കേട്ടോ. ഇത്രയും കാലം എല്ലാവരും കുറ്റം പറഞ്ഞ ഒരു നടിയാണ്. ആ നടി വന്നിട്ട് അവിടെ കാണിക്കുന്നത് ഒന്ന് കണ്ടു നോക്കിയേ. എത്ര സൈലന്റ് ആയിട്ടാണ് വന്നത്. അവരുടെ മുഖഭാവം കണ്ടാൽ തന്നെ വല്ലാത്തൊരു സങ്കടത്തിൽ നിൽക്കുന്നത് പോലെ ഉണ്ട് അല്ലെ? ആള് അത്രയും സൈലന്റ് ആയി എല്ലാ മര്യാദകളും കീപ്പ് ചെയ്തുകൊണ്ട് വന്ന് തൊട്ട് പ്രാർത്ഥിച്ച് അവരവരുടെ സൈഡിലോട്ടുകൂടെ പോവുക. ആർക്കും പല്ലിളിച്ച് കാണിച്ചാനോ ആരോടും കോപ്രായത്തിനോ ഒന്നും നിന്നില്ല. ഒരു മരണ വീട്ടിൽ കാണിക്കേണ്ട മര്യാദ എന്താണെന്നുള്ളത് സ്വന്തം കുടുംബത്തിൽ നിന്ന് തന്നെ ആദ്യം പഠിക്കണം. മാതാപിതാക്കളായിട്ടോ അതല്ലെന്നുണ്ടെങ്കിൽ കുടുംബത്തിൽ നിന്നായിട്ടോ ഇത് പടിഞ്ഞു വരണം. എന്ത് തെമ്മാടിത്തരാണ് ഈ കാണിച്ചു കൂട്ടുന്നതെന്നറിയോ? ഇപ്പൊ ആ പിഷാരടി കാണിക്കുന്നത് നോക്കാം. പിഷാരടിയാണ് പറയുന്നത് അയാളോട് മതിയാക്കിയിട്ട് ഒന്ന് പോവാന്. കാരണം ഇയാളെ സെൽഫി എടുക്കുകയാണ്. കിട്ടിയാലെ സെൽഫി എടുത്തുകൊണ്ടിരിക്കുക. ഇത്തരം ആളുകളെ നമ്മൾ എന്താ ചെയ്യേണ്ട അറിയോ? മാക്സിമം പബ്ലിക്കിൽ ഇട്ടിട്ട് കുറ്റപ്പെടുത്തുക, ഒറ്റപ്പെടുത്തുക. ഇനി മേലാൽ ഇത് ചെയ്യരുത് എന്നുള്ളത്. പിന്നെ ആ ജാസിലിന്റെ കാര്യത്തിലോ അലൻ ജോൺസ് പെരേന്റെ കാര്യത്തിലോ പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം എന്താ അറിയോ? അലൻ ജോൺസ് പെരേന്റെ തന്ത്രത അത് ഒന്ന് കണ്ടോക്കാം. എന്താ അതെ, ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത നിങ്ങൾക്ക് അറിയാമല്ലോ.
ഇന്ന് ഇവിടെ ഈ ഷോപ്പ് ഉദ്ഘാടനം ചെയ്യാനായി എന്നെ ക്ഷണിച്ചതിന് എനിക്ക് അതിയായ സന്തോഷമുണ്ട്. പിന്നെ ഈ കോട്ടക്കലിലുള്ള നിവാസികളെ എല്ലാരെയും നിങ്ങളെല്ലാരെയും ഇത് കൂടുതൽ കേൾക്കാൻ എനിക്ക് വയ്യ, വേറെ ഒന്നും തോന്നരുത്. കാരണം എന്താ അറിയോ, ഈ മുതലിന്റെ തന്തയാണത്. അതായത് DNA കൺഫേംഡാ, ഒരു വ്യത്യാസം ഉണ്ടാവൂല. അത്രക്ക് ഇത് ഇവന്റെ തന്ത കുളിച്ചിട്ട് ഒരു കാര്യമില്ല. കാരണം എന്താ അറിയോ, തന്തതാകുമല്ലോ. തന്തയുടെ തന്ത കുളിച്ചിട്ട് കാര്യം ഉണ്ടോ ഇല്ലെന്ന് എനിക്ക് അറിയില്ല. അതുകൊണ്ട് ഞാനത് വിളിച്ചാനും പോണില്ല. അപ്പൊ ഇത്തരമുള്ള കോമാളികളൊക്കെ എന്താ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് അതായത് ഓർക്ക് റീച്ചാണ് മെയിൻ. അത് കിട്ടാൻ എന്തു ചെയ്യും. അതേമാതിരി തന്നെ ഇവന്റെ നേരെ ഏട്ടനാ മറ്റോനും. ഓന് പെട്ടെന്ന് ഒരു പെണ്ണായിട്ടുള്ള ഒരു കളിയാണ്, കുറച്ച് ജെല്ലും വാങ്ങി വെച്ചിട്ട് നടക്കുകയാണ് ഓന്. എന്നിട്ട് അതിന് ഓന് കുറെ എക്സ്പ്ലനേഷനും കൊണ്ട് വന്നിട്ടുണ്ട്. എന്താ അറിയോ, ഓൻ ഇത് പ്രതീക്ഷിച്ചതാന്ന് പറയാൻ കാരണം എന്താ വെച്ചിട്ടാ, ഓനിക്കറിയാം ഇത് ഇവിടെ പോയാൽ ഇതൊരു ചർച്ചയാവും, ആ ചർച്ചയിൽ എനിക്കൊരു കണ്ടന്റ് ആയി എന്നുള്ളത് ഓനിക്കറിയാം. ഒന്ന് കേട്ടോ കണി. ഹായ്, ജാസിയാണ്. അപ്പോൾ ഇന്നലെ സലീമേട്ടൻ മരിച്ചപ്പോൾ ഞാൻ കാണാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയുടെ താഴത്ത് വന്ന കമൻസുകൾ കണ്ട് സത്യം പറഞ്ഞാൽ എനിക്ക് എന്താ പറയുക, ഇവരൊക്കെ മനുഷ്യരാണോ എന്ന് പോലും എനിക്ക് ചിന്തിക്കേണ്ടത് വന്നു. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഈ കമൻസുകൾ ഇങ്ങനെയായിരുന്നു കേട്ടോ. ഈ കുണ്ടൻ എന്താ അവിടെ പരിപാടി, ഇവനാരാ അവിടെ വിളിച്ചത്, സലീമേട്ടൻ്റെ ആത്മാവിന് മോശം കിട്ടില്ല, മനസ്സിനെ കുത്തുന്ന രീതിയിലുള്ള കമൻസുകളായിരുന്നു. നിങ്ങൾക്ക് എന്താടോ ഇങ്ങനെ, നിങ്ങൾക്ക് ഏത് ലോകത്താണ് ജീവിക്കുന്നത്? അവിടെ ഞാൻ ഒരു മീഡിയാസിന് പോലും ഒരു ബൈറ്റിന് പോലും ഞാൻ നിന്ന് കൊടുത്തിട്ടില്ല. പല ആൾക്കാർ വന്നിട്ട് പോലും ഞാൻ ഇല്ല പറ്റിയാതെ ഞാൻ പെട്ടെന്ന് പോയി കാണുക. എൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ സലീമേട്ടനെ പോയി കാണുക, തിരിച്ചു വരാമെന്നായിരുന്നു. പിന്നെ ഒരുപാട് പേര് പറഞ്ഞു നീയും സലീമേട്ടനെ കാണാൻ വേണ്ടി പോയിട്ട് എന്താണ് നിങ്ങൾ തമ്മിൽ റിലേഷൻ എന്താ, അല്ലെങ്കിൽ നീ എന്താ അവിടെ പോയത്, നിനക്കെന്താ അവിടെ കാര്യം എന്നൊക്കെ ചോദിച്ചു. സലീമേട്ടൻ ഒരുപാട് ദുബായ് പ്രോഗ്രാം ചെയ്തൊരു വ്യക്തിയാണ്. എനിക്ക് പേഴ്സണലി സലീമേട്ടനെ വളരെ നന്നായിട്ട് അറിയാം. ദുബായിലൊക്കെ സലീമേട്ടൻ വരുന്ന സമയത്ത് അവിടെ സ്പോൺസർ ആയിട്ടുണ്ടായിരുന്ന, എനിക്ക് ഓർമ്മ ശരിയാണെങ്കിൽ റഷീദ് എന്ന് പറഞ്ഞൊരു സ്പോൺസർ ഉണ്ടായിരുന്നു ദുബായിൽ. അപ്പോൾ സ്പോൺസർ അല്ല, കുട്ടിക്കോറ, മനസ്സിലായില്ലേ? അതായത് ഇവര് ഭയങ്കര കമ്പനി, അതൊന്നും നല്ല സംഭവം. മറ്റേ സിനിമയിൽ പറയില്ലേ, ഏത് പണിയെടുത്ത് ജീവിക്കാൻ അയക്കൂല കള്ള മോനേന്ന്. ആ ഐറ്റം ഏറ്റവും കൂടുതൽ വൈറലായതാ. അതായത് ഇതേമാരത്തെ ഒരു നയൻ കളിയും കൊണ്ട് അന്ന് മുതലുള്ള ബന്ധമായിരിക്കും. അല്ലാതെ അതിലപ്പുറത്തേക്ക് ഇവനാരാ ബന്ധത്തിന് വെക്കാന്? ഒരു ചെറുക്കിനെ അടിച്ചും കൊണ്ട് പോയിട്ട് അതിന്റെ കുടുംബജീവിതം തകർത്ത് നിൽക്കണ ഇവന് പഞ്ഞു പോലെയിട്ട് ബന്ധം വെക്കാഞ്ഞിട്ടാ. ഇത് സലീമേട്ടം ഇല്ലാത്തത് നിന്റെ ഭാഗ്യം. ഉണ്ടെങ്കിൽ ഇപ്പൊ അതിന് മറുപടി വന്നിട്ടുണ്ടാവും, നേരെ കിട്ടിയിട്ടുണ്ടാവും. വന്നിട്ട് അതിന് എക്സ്പ്ലനേഷൻ വന്നിക്കുക. നിങ്ങളൊക്കെ മനുഷ്യരല്ലേ? അവന്റെ മനസ്സിന് കുത്തിന്ന്, എന്താ മൂരിനെ അല്ലാണ്ട് ഒട്ടീന്ന് അത് കുത്താനെ ഇളക്കാതെ പോയങ്ങായി അവിടുന്ന്. വെറുതെ അണക്കില്ല, ഞാൻ വേറെ തരുന്നുണ്ട്. ദേവിടേത്തേക്ക് പോയില്ലേ, അതിനുള്ള വേറൊരു സർട്ടിഫിക്കറ്റ് ഞാൻ വേറെ തരുന്നുണ്ട്. റീച്ചിന് വേണ്ടിയിട്ട് കാണിച്ചു കൂട്ടുന്ന തമ്മാടിത്തരങ്ങളൊക്കെ സാധാരണക്കാർക്ക് മനസ്സിലാകാൻ തുടങ്ങിയിരിക്കണു. പൊന്നാര ജാസിലെ സാധാരണക്കാരുകൾക്ക് ഇപ്പൊ പിടുത്തം കിട്ടി തുടങ്ങിയിരിക്കണു എൻ്റെ ഉടായ്പ എന്താണെന്നുള്ളത്. എത്ര കാട്ടിക്കൂട്ടിയാലും ശരി, ഇതിനൊക്കെ മറ്റാൾ പറഞ്ഞ മാതിരി മരത്തിന്റെ മുകളിൽ കയറിയിട്ട് എന്ത് അഭ്യാസം കാണിച്ചോ, സമ്മാനം വാങ്ങാണ്ടല്ലോ, താഴേക്ക് തന്നെ ഇറങ്ങേണ്ടി വരും. അങ്ങനെ ഒരു സമയം വരും. നിങ്ങൾ കുറിച്ച് വെച്ചോ. ഇത് കുറച്ച് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത് ഞാൻ ഇപ്പൊ പറഞ്ഞുതരാം. ഇത് നോട്ട് ചെയ്ത് വെച്ചോളുണ്ടു. കുറച്ച് കാലം കഴിഞ്ഞിട്ട് ഇവന്റെ ഈ ട്രെൻഡും ജനങ്ങൾക്ക് മടുക്കും. അതായത് ഇപ്പൊ തന്നെ മടുത്ത് വെറുത്തുക്കണു. ഇതിന് കഴിഞ്ഞാൽ ഇനി പെട്ടെന്നുണ്ടാവും ജാസി വീണ്ടും ആണാകുന്നു. കണ്ടോളുണ്ടോ നിങ്ങള്? ജാസി വീണ്ടും ആണാകുന്നു. എന്നിട്ട് ആദ്യമ വെച്ചിട്ട് കുറെ കാലം അതും ഓടിച്ചു. നിങ്ങൾ ഇത് നോട്ട് ചെയ്ത് വെച്ചോ, ഇതന്നെ സംഭവിക്കുക. കാരണം ഇവൊക്കെ പ്ലാനഡ് കളിയാണ്, മനസ്സിലായോ? റീച്ചിന് വേണ്ടിയിട്ടുള്ള പ്ലാനഡ് കളിയാണ്. കുടുംബം നോക്കേണ്ട ആകെയുള്ള ഒരു ആന്തരിയാണ്. ഉമ്മ എപ്പോഴും വീട്ടുപണിക്കും അതിനും ഇതിനും പോയിട്ടാ ജീവിച്ചത്. എന്നിട്ട് ഇവിടെ അങ്ങനെ വന്നിട്ട് 2 ലക്ഷത്തിന്റെ നെക്ലസ് ആണ്, മറ്റേ 4 ലക്ഷത്തിന്റെ ഷെഡിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ആളുകളുടെ മുമ്പിൽ ഇങ്ങനെ വലിയ മറ്റൊരാളില്ലേ. സംഗതി ഒക്കെ പൊള്ളേ, വെറും പപ്പടാണ്. എങ്ങനെ ഒന്നാണ് തൊട്ടാ അതങ്ങ് തകരും. അതാണ് ഇവന്റെ കഥ. അത് പലർക്കും അറിയില്ല. ഓലെങ്ങനെയെങ്കിലും ജീവിച്ചോട്ടെ എന്ന് പറയുന്ന ആളുകളോട് കേട്ടോ ഞാൻ പറയുന്നത്. ഓലെങ്ങനെയെങ്കിലും ജീവിച്ചോട്ടെ, പക്ഷെ മനുഷ്യന്മാരെ പറ്റിച്ച് ജീവിക്കരുത്, അത്രേ പറഞ്ഞിട്ടുള്ളൂ. ഈ വീഡിയോ ഒന്ന് നോക്കി. ആ മനുഷ്യനെ അദ്ദേഹം സ്കൂളായി നടന്നു പോവാ. എത്ര കയ്യാണ് അവിടെ നിന്ന് നീണ്ടുവരുന്നത്. ഒരു ഷെയ്ക്കാൻഡ് കൊടുക്കാനാണ് നിൽക്കുന്നത്. സലീമേട്ടൻ മരിച്ചു പറഞ്ഞിട്ട് ചെന്നതാ. അപ്പൊ ഏത് തരത്തിൽ നോക്കിയാലും കാര്യലാഭം ഇല്ലാത്തവരൊക്കെ വളരെ ചുരുക്കേ പോയിട്ടുള്ളൂ അവിടേക്ക്. അവരെ എന്താ ഇപ്പൊ പൃഥ്വിരാജിന്റെ ഭാര്യ സുപ്രിയ പറഞ്ഞ എത്ര വലിയ കറക്റ്റാണ്. സ്വന്തം അച്ഛൻ മരിച്ചു കിടന്നിട്ട് അതിന്റെ കർമ്മങ്ങൾ ചെയ്യാൻ പോലും ഒരു ഗ്യാപ്പ് കൊടുക്കുന്നില്ല എന്ന്. ഈ തൊലിച്ച മൊബൈലും കൊണ്ട് ഇങ്ങനെ പോവുക. പിന്നെ വേറൊരു കാര്യം ഉണ്ട് കേട്ടോ, ഈ ഒരു ന്യൂസ് ഒന്ന് നോക്കി. ഇത്
പലർക്കും ഇനി പണിയാവും. മറ്റുള്ളവന്റെ സ്വകാര്യതയിലേക്ക് കടന്നു കയറിയിട്ട് മൊബൈൽ പിടിക്കലും ഓന്റെ പ്രൈവസിയെ നശിപ്പിക്കലും ഒക്കെ ചെയ്യുന്ന ആളുകൾക്ക് ഇത് വലിയൊരു പാടാണ്. കുറെ ആളുകൾക്ക് ഇതിൽ പണി വരാൻ കിടക്കുന്നുണ്ട്. ഇപ്പൊ ഞാനൊക്കെ ചെയ്യുന്ന കണ്ടന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്, സംഭവം ഞാൻ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നത്, എങ്കിലും ആരുടെയും വീട്ടിൽ പോയിട്ടല്ല ഞാൻ ഇതൊന്നും ചെയ്യുന്നത്. അവരായിട്ട് സോഷ്യൽ മീഡിയ കൊടുന്നിട്ടിട്ട് അവരായിട്ട് ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾക്ക് എതിരെയാണ് നമ്മൾ സംസാരിക്കുന്നത്. ഇവരൊക്കെ എന്ത് നല്ല മെസ്സേജ് സമൂഹത്തിന് കൊടുക്കണേ, അല്ല ഇവരിന്നൊക്കെ എന്ത് മോട്ടിവേഷൻ അങ്ങൊക്കെ കിട്ടണേ? എന്തെങ്കിലും ആർക്കെങ്കിലും പറയാൻ കഴിയോ? ഇല്ല. അവർക്ക് മാത്രമേ കാര്യലാഭമുള്ളൂ. അതുകൊണ്ട് ഇതുപോലെയുള്ള ആളുകളെ എപ്പോഴും നമ്മൾ ഒറ്റപ്പെടുത്തണം, കുറ്റപ്പെടുത്തണം, സമൂഹത്തിന് മുമ്പിൽ വലിച്ചു കീറി തന്നെ വേണം. എന്നാലേ നാളെ മേലാക്കാം ഇത്തരം തെണ്ടിത്തരങ്ങൾ അവർ ചെയ്യാതിരിക്കുള്ളൂ. അപ്പോൾ ഇത് പറഞ്ഞതിന്റെ പേരിൽ ഞാൻ ആർക്ക് എന്ത് വിഷമം ഉണ്ടായാലും എനിക്ക് കുഴപ്പമില്ല. ഞാൻ എന്റെ കാര്യം പറഞ്ഞു എന്നേ ഉള്ളൂ. നിങ്ങൾക്കും നിങ്ങളുടെ അഭിപ്രായങ്ങൾ ശരിയാണോ തെറ്റാണോ എന്നുള്ളത് കമന്റും ചെയ്യുക. അതുകൊണ്ട്